ഹലോ, ഐ എം നീനു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് പൊട്ടറ്റോ ബോണ്ട അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ബോണ്ട. അപ്പോൾ അതിന് ഞാനൊരു 1/2 kg ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചപ്പോൾ ഉരുളക്കിഴങ്ങ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റി നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു 3 മീഡിയം സൈസ് സവാള, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-8 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മസാല നന്നായിട്ട് വഴഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ആറിക്കഴിയുമ്പോഴത്തേക്കും മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ബോൾസ് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് ഞാൻ 1 കപ്പ് മൈദ, അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 300 ml വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിൽ മുക്കി ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള പൊട്ടറ്റോ ബോണ്ട റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.